നല്ല സിനിമയാണ്. എനിക്ക് കണ്ടപ്പോ അതായത് ഇപ്പത്തെ ഇങ്ങനത്തെ റിലവൻ ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ കുറവാ മൂവിയിലൊക്കെ. അപ്പം ഇപ്പൊ പണ്ട് കുറെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഭാര്യ വീട്ടിൽ നിൽക്കേണ്ടി വരുന്ന ഭർത്താക്കന്മാരുടെ സ്റ്റോറി. നമ്മൾ കുറെ സിനിമകളിലും പണ്ട് അമ്മയമ്മ അത് അല്ലെങ്കിൽ ഭാര്യ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു അങ്ങനത്തെ ഒരു സിനിമയാണത്. നല്ല മൂവിയാണ്, എല്ലാരും തിയേറ്ററിൽ പോയി കാണണം. ധ്യാന്റെ റോളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഇറങ്ങിയ സിനിമകളിൽ എനിക്ക് തോന്നുന്ന ക്യാരക്ടർ കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. ഒരു ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ എന്താണ് ക്യാരക്ടർ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ വലിയൊരു റോളായിട്ടല്ല, പക്ഷെ ഇതിലൊരു ഇൻവോൾവഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ധ്യാന്റെ. വലിയൊരു അങ്ങനെ അതായത് ഹ്യൂമറിനല്ല പറയുന്നത്. അതായത് ഇപ്പൊ ഇങ്ങനത്തെ സ്റ്റോറി ഉണ്ടല്ലോ, അതായത് ഈ ഭാര്യമാരെ വീട്ടിൽ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അതൊക്കെ ചെറിയ കോമഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് സിനിമയില്. പക്ഷെ അങ്ങനെ ഹ്യൂമറസ് ആയിട്ടുള്ള സിനിമ എന്നുള്ളതല്ല. അത്രയൊക്കെ തന്നെ പറയാം. സുഷിന്റെ സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ല? സോങ്സ് പറയാൻ വരെയായിരുന്നു. സോങ്സ് ഒരു രക്ഷയില്ല. നല്ല സോങ്സ്, എനിക്ക് എല്ലാ സോങ്സും ഇഷ്ടപ്പെട്ടു. സിനിമ ഒരു നോർമലി ഒരു സിനിമയാണ്. സോങ്സിന് ശരിക്കും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ല മൂവിയാണ്. ഫീൽ ഗുഡ് മൂവിയാണ്. അതായത് അങ്ങനെ എടുത്തു പറയപ്പോ അതായത് നെഗറ്റീവ് ഒന്നും പറയാനില്ല. ഒരു നോർമലി ആയിട്ടുള്ള സിനിമ, ഒരു കുടുംബ പ്രേക്ഷകർക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനൊന്നും ചിലപ്പോ ഇത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു നല്ലൊരു മൂവിയാണ്. സൗബിനും നമിത പ്രഭുള്ള കോമ്പിനേഷൻസ് ഇതൊക്കെ കൊള്ളാം. നമിതയെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ധ്യാന്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള റോളാണ്. കുഴപ്പമില്ല, രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം വാച്ച് ഫാമിലി മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ബോബൻ സോളിന്റെ ഡയറക്ഷൻ കൊള്ളാം. വർക്ക് ചെയ്തേക്കുന്ന ആർട്ടിസ്റ്റുകളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ബേസിലിന്റെ ഒരു ബേസിലിന്റെ ഈ ഫാമിലീസ് ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവിയാണ്. ഫാമിലി മൂവി ഇഷ്ടപ്പെട്ടു. നല്ല മെസ്സേജ് ഉണ്ട്. ഒരു ടോട്ടലി ഒരു ആവറേജ് മൂവിയാണ്. ഒരു എന്താ പറയാ, ഇതില് ഒരു ഇതെത്തു നിൽക്കുന്ന ആണെങ്കിൽ ഒരു നല്ലൊരു മെസ്സേജ് ഉണ്ട് ഈ പടത്തിൽ. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാത്തൊക്കെ ഒന്നുമില്ല. അതിന്റെ സ്റ്റോറി ആണെങ്കിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. ഒരു ടോട്ടലി ഒരു സീരിയൽ വൈബാണ് പടം. ഒരു അത്ര വലിയ ഇതില്ല, ഒരു ആവറേജ് മൂവി. നല്ല സിനിമയായിരുന്നു, എൻജോയ് ചെയ്തു. അങ്ങനെ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, സോ ഞാൻ നല്ലവരെ എൻജോയ് ചെയ്തു. അതിൻ്റെ കൂടെ നമിത ചേച്ചിയുടെ ആക്ടിങ് നല്ല ആക്ടിങ് ആയിരുന്നു. സൗബിനങ്ങൾ എല്ലാവരുടെ ആക്ടിങ് നല്ലതായിരുന്നു. അപ്പോൾ ഒരു ഷൈനസ് തോന്നി സ്ക്രീനിൽ എന്നെ തന്നെ എനിക്ക് കണ്ടപ്പോൾ. ധ്യാൻ ചേട്ടന്റെ നല്ല ആക്ടിങ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മൂവി. കഥയൊക്കെ നല്ലതായിരുന്നു. അതെ, ഫാമിലി മൂവി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.